ഇന്നൊരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണല്ലോ, നമ്മുടെ ചീസ് കബാബിൻ്റെ റെസിപ്പിയാണ്. ഇതിന് ചീസ് കബാബ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നമുക്ക് ചീസ് കബാബ് എന്ന് വിളിക്കാം. അകത്ത് ചീസൊക്കെ വെച്ച് ഫില്ല് ചെയ്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് പച്ചമുളക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവാള, മല്ലിയില, വേപ്പില, കടലപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണ്. പിന്നെ നമ്മുടെ മൈദപ്പൊടിയോ അരിപ്പൊടിയോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതെടുക്കാം കേട്ടോ. അരിപ്പൊടി ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്രിസ്പി ടെക്സ്ചറിൽ കിട്ടും. മൈദപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും കൂടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇച്ചിരി പൊടികളും കൂടി ഉണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത്, വെള്ളമൊന്നും കൂട്ടരുത് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ വടയൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു പരുവത്തിൽ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുക്കാം. എന്നിട്ട് ചീസിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോസിൻ്റെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം നമുക്കിത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടിയിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്. നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം സിമ്മിലോ അല്ല മീഡിയത്തിലോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നാലും മാത്രമേ ഇത് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. ഒരു ഭാഗം ബ്രൗൺ കളർ ആയതിനു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പതിയെ മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഞാനിതൊന്ന് ഓപ്പണാക്കി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.